പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് എന്തിനാ? കർത്താവിനെ അറിയാനാണ്. എന്തിനാണ് അറിയണത്? അറിഞ്ഞ് അർത്ഥവത്തായി ആരാധിക്കാനും അർത്ഥവത്തായി ജീവിതത്തിൽ ഈശോയെ അനുഭവിക്കുവാനും വേണ്ടിയാണ് നമ്മൾ അറിയണത്. അപ്പോൾ ഒരു പ്രസംഗം മോഡൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു പടി കൂടി മുന്നേറാൻ ആവശ്യമായ ദൈവിക ജ്ഞാനം കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് പങ്കിട്ട് ലഭിക്കേണ്ടത് നമ്മുടെ ഒരു ആധ്യാത്മികമായ അവകാശമാണ്. അത് നമ്മൾ ദൈവത്തോടാണ് ചോദിക്കണം, അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് കർത്താവിൻ്റെ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചും ആലോചിച്ചും ഒന്നും പ്രസംഗം ഒരിക്കലും ചെയ്യത്തില്ല, ഒരുങ്ങത്തുമില്ല. ഇരുന്ന് പ്രാർത്ഥിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അഭിഷേക വചനത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. തൊഴിൽ മേഖലകളെ ആശീർവദിക്കണമേ. ജീവിത മേഖലകളെ ആശീർവദിക്കണമേ. മക്കളെ ആശീർവദിക്കണമേ. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പല അക്രൈസ്തവരും ഈ കാലങ്ങളിൽ കുറേ സങ്കടത്തിലാണ്. അവർക്ക് പണ്ട് ഉടമ്പടി എടുക്കാമായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഉടമ്പടി എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാന്ന് ചോദിക്കും. കാരണം അവരുടെ ജീവിതം വളരെയേറെ ക്ലേശഭൂയിഷ്ഠമാണ്. ദൈവത്തിൻ്റെ ഒരു ഇടപെടലില്ലാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അച്ഛന് പറയാനുള്ള, നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്താലും മതി. പ്രേക്ഷിത വേല ചെയ്യാമല്ലോ. ഇപ്പോൾ മീനാംബിക അങ്ങനെ സാക്ഷ്യം കേട്ടില്ലേ? അങ്ങനെ സാക്ഷ്യം കേട്ടില്ല. അവരെന്നാ ചെയ്ത്? അവരുടെ മകൻ്റെ ജീവിതം ഇങ്ങനെ കുമ്പടഞ്ഞു പോയപ്പോൾ അവരെന്നാ പറഞ്ഞത്? ഞാൻ ഇരട്ടി പ്രേക്ഷിത വേല ചെയ്തെന്നാണ് പറഞ്ഞത്. ഇരട്ടി പ്രേക്ഷിത വേല. നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിൽ 6 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് വചനം കേൾക്കുന്നു, അല്ലേ? പിന്നെ വചനം വായിക്കുന്നു, ഉപവസിക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു, പിന്നെ പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുന്നു. ഇപ്പോൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനെന്നാ നിങ്ങൾക്ക് വേണ്ടത്? ദൈവസ്നേഹം വേണം, അല്ലെങ്കിൽ സാങ്കേതികമായി പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഗർഭവതി ശിശു, ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഫ്ലൂയിഡ് ഇല്ല എന്ന് പറയും. അതായത് ഗർഭപാത്രത്തിൽ കുഞ്ഞിന് മുങ്ങിക്കിടക്കാനുള്ള മിശ്രിതം ഇല്ലെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കൊച്ചിന് അപകടങ്ങൾ വരും. അതുപോലെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഫ്ലൂയിഡ് ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫ്ലൂയിഡ് എന്താ? ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാം. ദൈവസ്നേഹം ഇല്ലാതെ ഉടമ്പടി എടുത്തതല്ലേ, ഇത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റും. അതാണ് പല ആൾക്കാർക്കും പറ്റിയിരിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പം നിങ്ങൾ തീവ്രമായി ഉള്ളിൽ ആഗ്രഹിക്കണം. എന്താഗ്രഹിക്കണം? ഞാനീ കൊടുക്കുന്ന ഒരു പത്രം അല്ലെങ്കിൽ എൻ്റെ ഒരു ശുശ്രൂഷ കാരണം കർത്താവിനെ മറ്റു മനുഷ്യർ അറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അറിഞ്ഞേ മതിയാവുമെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് ഈ ഉപവാസം എടുക്കത്തില്ലേ? ഉപവാസം എടുക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തവരെ ഓർക്കണം. കർത്താവ്, ഞാൻ ഉപവസിക്കുന്നു, പക്ഷേ ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം
ഫലമുണ്ടാകാൻ ഞാൻ ഉപവാസം കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ഒന്ന് പറഞ്ഞ്, അമ്മേ, ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ലോകം ഈശോയെ അറിയാൻ എൻ്റെ ഉപവാസത്തെ ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ കാഴ്ചവെക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ പ്രേക്ഷിത പ്രവർത്തനവും ഉടമ്പടി നിബന്ധന പ്രകാരം അഭിമാനത്തോടെ ചെയ്യാൻ, ദൈവകൃപയോടെ ചെയ്യാൻ. നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതില്ലേ, പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഈ നിത്യരക്ഷയുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആണ്. ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ. ഇപ്പം നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു, രോഗി ആശുപത്രി പോയി കാണുന്നു, അല്ലേ? ആശുപത്രി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഉടമ്പടിയിലെ മെയിൻ പ്രധാനപ്പെട്ട അവൻ പറയണത് പോലെ ചെയ്യാൻ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞതാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രിയിൽ പോയി രോഗികളെ കാണുന്നത്. നമ്മുടെ നാട്ടിലും വീട്ടിലും അയൽവാസികളും എല്ലാം രോഗികളായി കിടക്കുന്നവരെ പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് വരെ സഹായിക്കുകയും ചെയ്യുന്നത് എന്താ പേരിലാണ്? ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പം പക്ഷേ നമ്മുടെ ഈ സൽപ്രവൃത്തികൾക്കെല്ലാം ഇപ്പം നിങ്ങൾ IELTS പാസ്സാകാൻ വേണ്ടി ഇപ്പം തന്നെ സാക്ഷ്യങ്ങൾ കണ്ടില്ലേ? ഇന്നത്തെ സാക്ഷ്യങ്ങളെ ശ്രദ്ധിച്ചില്ലേ? 14 വർഷമായിട്ട് മക്കളില്ല അവർക്ക്, അല്ലേ? കർത്താവ് കൊടുത്തപ്പോൾ 2 മക്കളെ കൊടുത്തു. ഉടമ്പടി ഇത്ര വർഷങ്ങളായിട്ട് അവർ 3 വർഷമായിട്ട് മരുന്ന് കഴിക്കാണ്ടിരിക്കുക. ആകപ്പാടെ ചെയ്ത മരുന്ന് എന്താണ്? ഉടമ്പടി മാത്രമാണ്. ഇത് നവംബർ മാസത്തിലെ 2ാമത്തെ സാക്ഷ്യമാണെന്ന് ഓർക്കണം. നവംബർ ആദ്യ വാരത്തിൽ എന്താ സാക്ഷ്യം? 20 വർഷമായിട്ട് മക്കളില്ല, ഉടമ്പടി ചെയ്തപ്പോൾ ഇതുപോലെ 2 മക്കളെ കൊടുത്ത് കൈയടിച്ച് കർത്താണ്. ഉടമ്പടി പ്രകാരം ഇപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടുന്നു, അല്ലേ? ജോലി കിട്ടുന്നു. പക്ഷേ എൻ്റെ മക്കൾ ഓർക്കണം, ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ജോലി വാങ്ങിക്കാൻ, വസ്തു വിൽക്കാൻ, കല്യാണം കഴിക്കാൻ, കുഞ്ഞുങ്ങൾ ജനിക്കാൻ, ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉടമ്പടി എന്ന് ധരിക്കരുത്. കാര്യം ഉടമ്പടി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, ഉടമ്പടി ചെയ്യുന്ന ആത്മരക്ഷാ പ്രവർത്തനങ്ങൾ, അതായത് നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിത്യരക്ഷ എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത പാപത്തിന് പരിഹാരമാണെങ്കിൽ അവൻ നമ്മുടെ വില കൊടുത്ത് അവൻ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ അവൻ്റെ കൂടെ മരിക്കുന്നവർ അവൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നിത്യ ജീവനാണ് ലഭിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ മരിക്കത്തില്ലെന്നർത്ഥം. ഈ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു വക്കീൽ കർത്താവിനോട് ചോദിച്ചു, ഇല്ലേ? ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, അല്ലേ? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണ്. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അതെങ്ങനെ വായിക്കുന്നു? അപ്പോൾ അയാൾ എന്നാ പറഞ്ഞത്? അയാൾ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞു? നിത്യജീവൻ പ്രാപിക്കാൻ നീ പോയി അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എന്താണ്? 2 കാര്യങ്ങൾ. നിൻ്റെ ദൈവമായ കർത്താവിനെ പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദാറ്റ്സ് ഓക്കെ. ഉടനെ ഈശോ പറഞ്ഞു, നീ അതുപോലെ പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരന് ഒരു സംശയം വന്നു. എന്താ സംശയം? ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ ഒരു കഥ പറഞ്ഞു. ആരുടെ കഥയാണ് പറഞ്ഞത്? നല്ല ഗുഡ് സാമരിറ്റൻ്റെ കഥ പറഞ്ഞു. എന്താണ് ആ കഥ? ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. എന്നാ സംഭവിച്ചു? കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു. കള്ളന്മാർ അയാളെ കൊള്ളയടിച്ചു, മൃതപ്രായനാക്കി, അയാളുടെ സമ്പത്ത് കൊള്ളയടിച്ചിട്ട് അയാളെ തെരുവിലേക്ക് എറിഞ്ഞു.
ആ വഴി ആരാണ് വന്നത്? ഒരു പുരോഹിതൻ. പിന്നെ വന്നത് ആരാണ്? ഒരു ലേവായൻ. അവരാരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ പിന്നെ ആരാ വന്നത്? സമറിയക്കാരൻ. സമറിയക്കാരൻ വന്ന് എന്നാ ചെയ്തത്? അവൻ്റെ മുറുകൾ വെച്ച് കെട്ടി അവനെ കഴുതപ്പുറത്ത് കൊണ്ടുപോയി സത്തത്തിലാക്കിയിട്ട് 2 ദിനാർ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും കൂടി ചിലവാകുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നോളൂ. ഇവരിൽ ആരാണ് അവൻ അയൽക്കാരനെ ചോദിക്കുമ്പോൾ എന്നാ നിയമജൻ പറയണത്? അവനെ പരിചരിച്ചവൻ. അപ്പോൾ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യാൻ. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്തപ്പോഴെന്നാ സംഭവിച്ചത്? നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള മറുപടിയായിട്ടാണത് പറയണത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ്? കാരുണ്യപ്രവൃത്തിയിലാണ്, ഇല്ലേ? ആ ചോദ്യം അവസാനിക്കുന്നത് എവിടെയാണ്? കാരുണ്യപ്രവൃത്തിയിലാണ്. ഇപ്പോൾ കാരുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിത്യജീവന് വേണ്ടിയുള്ള സപ്പോർട്ടീവ് ആണെന്ന് കൂടി മനസ്സിലാക്കണം. പറഞ്ഞ മനസ്സിലായ? കാരുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴേ നിങ്ങളുടെ IELTS കല്യാണം അത് ഓർക്കരുത്. ഞാനീ ചെയ്യണ കാരുണ്യപ്രവൃത്തി, ഞാനീ ചെയ്യണ ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ നിത്യജീവനെ കൂടി പരിപോഷിപ്പിക്കുന്നതാണ്. കൈ ഇടിച്ച് കർത്താണ് പരമദിവ്യ കാരുണ്യത്തിന്. പക്ഷെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആരുടെ നാമത്തിലാണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ. ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളും കൃപാസനത്താറയിൽ ആശ്വാസം കണ്ടെത്തുന്ന എല്ലാ മക്കളും ചെയ്യേണ്ടത് കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ ആരുടെ പേരിൽ ചെയ്യണം? ഇൻ ഹിസ് നെയിം, കർത്താവിൻ്റെ നാമത്തിൽ. എന്താ കാര്യം? റോമ 10:13 പറയും, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സുരക്ഷിതരാണ്, അവർ രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എന്നാ കാരുണ്യ പ്രവൃത്തി ചെയ്താലും എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവൻ്റെ പ്രഖ്യാപിതമായ മാർഗം എന്താണ്? നമ്മൾ കണ്ടതാണ് 10:26 എന്താണ്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുക. അതാണ് സംഭവം. എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് എല്ലാ കാരുണ്യപ്രവൃത്തിയുടെയും. ഈ കാരുണ്യപ്രവൃത്തിയും എല്ലാ മാർഗമല്ലേ? അതിൻ്റെ ലക്ഷ്യം എന്താണ്? എല്ലാത്തിലുപരി ദൈവത്തെ സ്നേഹിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാലമാണിതല്ലേ, അല്ലേ? പ്രകൃതിയെ എവിടെ നോക്കിയാലും ചർച്ചയാണ്. പ്രകൃതിയാണ് ചർച്ച. എനിക്ക് പേടിയാണ് കർത്താവിൻ്റെ സ്ഥാനം എങ്ങാനും പ്രകൃതി അടിച്ചു മാറ്റുവാന്ന്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്രഷ്ടാവിൻ്റെ സ്ഥാനം സൃഷ്ടികൾ അടിച്ചു മാറ്റും. പിശാചിൻ്റെ നയതന്ത്ര വിജയമാണത്. സൃഷ്ടാവിൻ്റെ സ്ഥാനം ചിലപ്പോൾ സൃഷ്ടികൾ അടിച്ചു മാറ്റും. കാര്യം നമ്മുടെ ചർച്ചയെല്ലാം ഇപ്പോൾ എല്ലാ സാംസ്കാരിക മണ്ഡലങ്ങളിലും എല്ലാ ആധ്യാത്മിക മണ്ഡലങ്ങളിൽ പോലും പ്രകൃതി കർത്താവിനേക്കാൾ പ്രാധാന്യത്തോടെ പ്രകൃതി പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറയുന്ന, അതുപോലെ തന്നെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലെ ഒന്നാമത്തെ എന്താണ്? എല്ലാത്തിനുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക. സൃഷ്ടിയെ അല്ല, എല്ലാത്തിലുപരി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അതാണ് നിത്യജീവൻ്റെ മാർഗം. ഈ നിത്യജീവൻ്റെ മാർഗങ്ങൾ ചില സമയത്ത് മോഹനമായിട്ടുള്ള കാലിക വിഷയങ്ങളെ കൊണ്ട് ചിലപ്പോൾ മറച്ചു കളയും. കാലിക വിഷയങ്ങളല്ലേ? കാലിക വിഷയം കാലത്തിൻ്റെ വിളിയായി വരുന്ന വിഷയങ്ങളാണ്. ഓരോരോ കാലത്തിനും ഓരോ വിളിയുണ്ടാവും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നോട് ഒരുത്തൻ ചോദിച്ചു കോളേജിൽ വെച്ച്, എടാ 20-ാം നൂറ്റാണ്ട് വല്ലൊരു അച്ചമ്പടിക്ക് പോവുകയാണെന്ന് ചോദിച്ചു. കാര്യം അന്നത്തെ കാലത്ത് പള്ളികളിൽ ആളില്ലായിരുന്നു. 76 കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ പള്ളിയിലൊക്കെ 2ാമത്തെ കുർബാനയ്ക്ക് 12 ആളാണ് ഉണ്ടായത്. ഞങ്ങൾ 10,000-3000 വീട്ടുകാരുള്ള ഇടവകയാണ് ഒരു കാലമായിരുന്നത്. അപ്പോൾ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനും തോന്നി, ഇപ്പോഴേ 11 ആളെ പള്ളിയിലുള്ളൂ.
അച്ഛനായ പറഞ്ഞ കാലത്ത് ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. അതാണ് വെല്ലുവിളി എന്ന് പറയുന്നത്. ഓരോ കാലം, അന്ന് പ്രൊഫസർമാർ പോലും നിരീശ്വരന്മാരായിട്ട് അറിയപ്പെടുന്നതിൽ അഭിമാനം കൊണ്ടിരുന്നൊരു കാലമാണ്. പഠിപ്പിക്കുന്ന പ്രൊഫസർമാർ പോലും തങ്ങൾ നിരീശ്വരന്മാരാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെന്തോ ആന്തരികമായ ഉത്കർഷമുണ്ടാകുമായിരുന്നു. ഇന്നിപ്പോൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും ആന്തരികമായ ഉത്കർഷമുണ്ടാകുന്നു. സൃഷ്ടാവിനെ പ്രകൃതിയെ കൊണ്ട് ബാക്കിയെല്ലാം ആത്മരക്ഷയെ തന്നെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന പോലെയുള്ള ഒരു കാലഘട്ടമാണ്. ഇത് കാലത്തിൻ്റെ വിളിയായി വരണതാണ്. കാലത്തിൻ്റെ വിളിയുടെ ഉത്തരം കൊടുക്കാൻ വിശ്വാസി തയ്യാറായാൽ നമുക്ക് വരുന്നൊരു പ്രശ്നം, കാലത്തിൻ്റെ വിളികളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. 1 Corinthians 7:31 കാലത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വിളി ആയിരിക്കത്തില്ല നാളത്തെ വിളി, അല്ലേ? ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ട്രെൻഡാണ്, പ്രവണതകളെന്ന് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ ശരീരത്തിനുള്ളവരല്ല, പിന്നെ ആർക്കുള്ളതാണ്? ആത്മാവിനുള്ളവരാണ്, കർത്താവിനുള്ളവരാണ്. അതാ റോമർ 4:2. അപ്പോൾ പ്രവണതകൾ ഇങ്ങനെ മാറി മാറി വരും, ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകത്തില്ല. ട്രെൻഡുകൾ മാറും, പക്ഷേ കർത്താവിൻ്റെ വചനം, ആകാശം മാറും, ഭൂമി മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് കാലത്തിൻ്റെ അവസാനം വരെ not change at all. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വചനമായ ദൈവമേ, ആകാശങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചാലും ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിച്ചാലും മാറാത്ത ജീവന്റെ വചനമാണ്, ജീവിക്കുന്ന ദൈവമാണ്. മനമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗങ്ങൾ സമർപ്പിക്കട്ടെ, ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, കടഭാരങ്ങൾ പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ചില സമയത്ത് ഞാൻ ഓർത്തു പോയിട്ടുണ്ടേ, നമ്മൾ പറഞ്ഞ കർത്താവ് നല്ല സമരക്കാരൻ്റെ കഥയില്ലേ, ഇല്ലേ? അതിൽ നല്ല അയൽക്കാരനായിട്ട് വരുന്നത് ആരാ? സമറിയക്കാരനാണ്. ദാറ്റ് മീൻസ് യഹൂദനല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ജനത അല്ല, വിജാതീയനായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവിന് ഒരു പരസ്നേഹത്തിൻ്റെ കഥ പറയാൻ അയൽ രാജ്യങ്ങളിൽ നിന്ന് വിജാതീയരെ കടമെടുക്കേണ്ടി വന്നോ? മടീസേ, നിങ്ങൾക്ക് എന്ത് തോന്നണേ? ഈശോ എന്തുകൊണ്ട് പരസ്നേഹത്തിൻ്റെ കഥ പറയാൻ ഇസ്രായേലിൽ ഒരു മോഡലില്ലായിരുന്നോ? അബ്രഹാം മുതൽ ഇസഹാക്ക് മുതൽ 10 കൽപ്പന കൊടുത്ത മോസസ് മുതൽ പ്രവാചകന്മാർ മുതൽ എസ്രാ നെഹേമിയ മുതൽ മക്കബേസ് വരെയുള്ള കാലഘട്ടങ്ങളിലൂടെ ദൈവം പ്രവാചകന്മാരിലൂടെ, ദൈവം ന്യായാധിപന്മാരിലൂടെ തൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്ത കാണിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കിയപ്പോൾ ആ ജനതയുടെ കൂട്ടത്തിൽ പരസ്നേഹത്തിന് വേണ്ടി ദൈവത്തിന് പെറുക്കിയെടുക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. വാട്ട് യു സേ? നിങ്ങൾക്ക് എന്ത് തോന്നണം? എന്തുകൊണ്ട് കർത്താവിന് സമറിയക്കാരൻ്റെ പുറകെ പോയി? കരുണയുള്ളവരെ ഇസ്രായേൽ ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? അല്ല, കരുണയുള്ളവർ ഇസ്രായേലിൽ ആവശ്യത്തിനുണ്ട്. കർത്താവ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് എന്തുകൊണ്ട് കർത്താവ് ഒരു വിജാതീയ സ്ഥലത്ത് നിന്ന് പ്രവിശ്യയിൽ നിന്ന് തൻ്റെ പരസ്നേഹത്തിൻ്റെ നിത്യജീവൻ്റെ കഥ പറയാൻ വേണ്ടി ഒരാളെ മോഡലായിട്ട് എടുക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അതിനർത്ഥം അത്തരം ആൾ ഇസ്രായേൽ ഇല്ലാത്ത കൊണ്ടാണോ? നോ, നോട്ട്, ഒരിക്കലുമല്ല. ഇസ്രായേൽ ഇതിനേക്കാൾ വലിയ പരസ്നേഹത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. ഇപ്പം കർത്താവ് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഒരുത്തൻ്റെ പെരയും പൊളിച്ചുകൊണ്ട് ആൾക്കാർ വന്നില്ലേ? ഇല്ലേ? രണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലല്ലേ, 2:3 2-ാം 3-ാം വാക്യം എന്താണ്? വാതിക്കൽ പോലും നിൽക്കാൻ ഇടം കിട്ടാതെ വന്നപ്പോൾ ഒരു തറവാത രോഗിയെ കൊണ്ടുവന്ന ആൾക്കാർ മേലോട്ട് കയറി അതിനെ തട്ടിപ്പൊക്കി ആളെ കട്ടിലോട് കൂടി താഴെ ഇറക്കിയപ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? അവിടെ വിശ്വാസം കണ്ട്. ഇപ്പോൾ കുറച്ച് കാരുണ്യം മാത്രമല്ല ഉള്ളത്, നല്ല തങ്കം പോലത്തെ മനുഷ്യരെ
യഹൂദ സമൂഹത്തിൽ പരസ്നേഹത്തിൻ്റെ വക്താക്കളായിട്ടുണ്ട്. ദെൻ വൈ ജീസസ് ടുക്ക് എ അതർ പേഴ്സൺ ഫ്രം അതർ കാസ്റ്റ്? ദാറ്റ് ഇസ് അവർ ക്വസ്റ്റ്യൻ. ശ്രുതികട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിന്തിക്കട്ടെ. കർത്താവേ, പ്രബോധനം നൽകുന്ന നമ്മുടെ നടപടി പുസ്തകത്തിൽ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതാരാ? 9-ാം മണിക്കൂറിൽ 10 ദിവസം പ്രാർത്ഥിക്കാൻ പോയ കഥ നമ്മൾ വായിക്കും അല്ലേ? 9-ാം മണിക്കൂറിലെ പത്രോസ് 3-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. നടപടി 3-ാം അധ്യായം. 9-ാം മണിക്കൂറിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഒരു മുടന്തൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ പത്രോസിനെ കണ്ടപ്പോൾ കൈ നീട്ടി. ഇല്ലേ? ആ കഥ നമുക്കറിയാം. പക്ഷെ അതല്ല പ്രശ്നം. ഈ മുടന്തൻ എങ്ങനെ വന്നതാണ് അവിടെ? 3:2 നടപടി പുസ്തകം 3:2 എഴുതിയിട്ടുണ്ട്. പത്രോസ് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് കുറേ പേര് ചുമന്നുകൊണ്ട് വന്നാണ് ഈ മനുഷ്യനെ അവിടെ വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരുണ്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അവനെ ചുമന്നുകൊണ്ട്, അവന് ജന്മനാ മുടന്തനാണ്. അതും കാരുണ്യപ്രവൃത്തിയാണ്. വീട് പൊളിച്ച് കട്ടിലോടുകൂടി താഴെ ഇറക്കിയതും കാരുണ്യപ്രവൃത്തിയാണ്. ആ മുടന്തനെ ചുമന്നുകൊണ്ട് വന്ന് അവിടെ വെച്ചെന്ന് യേശു പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കാരുണ്യപ്രവൃത്തികളാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? ഇങ്ങനെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരുടെ ഒരു വലിയ സമൂഹമാണ് ദൈവജനമെന്ന് പറയണത്, യഹൂദ ജനത. എന്നിട്ട് എന്തുകൊണ്ട് കർത്താവ് കാരുണ്യപ്രവൃത്തിയുടെ കഥ പറയാൻ വേണ്ടി സമറിയായി നാളെ കൊണ്ടുവന്നു? ദത്തെടുത്ത പോലെ ആയില്ലേ? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അദമ്യമായ നിത്യരക്ഷ ആഗ്രഹമാണ്. 1 തിമോത്തി 4-ാം വാക്യത്തിൽ 3:4, 1 തിമോത്തി 2:4 എന്താ പറയണത്? എല്ലാവരും രക്ഷപ്പെടണമെന്നും, ഒന്ന് പറഞ്ഞേ, സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം വിജാതിയരും അക്രൈസ്തവരും രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അവർക്ക് വ്യവസ്ഥാപിതമായ അനുഷ്ഠാന മാർഗങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാൻ നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ഡു, എന്ത് ചെയ്യണം? അവരെ കാരുണ്യപ്രവൃത്തികൾ ചെയ്താൽ മതിയെന്ന്. അതല്ലേ സമറിയാക്കാൻ്റെ കഥ പറയണത്? എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവ സഹോദരനെ ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിത്യരക്ഷയ്ക്ക് അച്ചാരമാക്കിയാണ്. കൈയടിച്ച് കർത്താവ് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? കർത്താവിന് മുമ്പ് കാരുണ്യപ്രവൃത്തികൾ ഉണ്ടായിരുന്നോ? ഐ ക്വസ്റ്റ്യൻ. കർത്താവിന് മുമ്പ് മനുഷ്യൻ ഇവിടെ കാരുണ്യപ്രവൃത്തി ചെയ്തിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ? ഉണ്ടായിരുന്നു. അതല്ലേ ഈ പറഞ്ഞത്? കർത്താവിന് മുമ്പ് ചെയ്ത, കർത്താവ് ഉയർത്തുന്നേക്ക് മുമ്പ് ചെയ്തിട്ടുള്ള കാരുണ്യപ്രവൃത്തിയാണല്ലോ ഈ മട്ടുപാവ് പൊളിച്ച് ആൾക്കാരെ കട്ടിലോടുകൂടി താഴെ ഇറക്കണത്. അപ്പോൾ കാരുണ്യപ്രവർത്തികൾ ഇവിടെ പ്രചരിപ്പിക്കാനല്ല യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ലേ? കാരുണ്യപ്രവൃത്തിയുടെ ആക്കം കൂട്ടാനല്ലേ ഇവൻ തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ടത്. അത് മനസ്സിലാക്കണം. ഇപ്പം ചിലരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ തോന്നും ക്രിസ്തുവിനേക്കാൾ വലിയ കാരുണ്യമാണെന്ന്. കാരുണ്യത്തിനൊക്കെയുള്ള വില ക്രിസ്തുവിൻ്റെ താഴെ ഉള്ളു. Jesus must be taught and present to the world for as the means of eternal life. കാരുണ്യപ്രവൃത്തി അല്ലത്. കർത്താവിന് മുമ്പ് കാരുണ്യപ്രവൃത്തി ഉണ്ട്. ഈ ഭൂമിയിൽ കാരുണ്യപ്രവൃത്തി എന്തോ കുറഞ്ഞു പോയിട്ടാണ് മനുഷ്യാവതാരം സംഭവിച്ചെന്നുള്ള ധാരണ ആർക്കും വേണ്ട. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഇവിടെ സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയല്ല. ആണോ? അല്ല.
യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മനുഷ്യരിൽ കാരുണ്യ പ്രവൃത്തി കുറഞ്ഞു പോയിട്ട് അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയല്ല, അതിന് തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്? അവൻ നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണ്. നിത്യരക്ഷയെ മറച്ചു കളയുന്ന സൽപ്രവൃത്തികളുടെ പ്രചരണങ്ങൾ ആത്മാവിൻ്റെ രക്ഷയെ അട്ടിമറിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, നിത്യരക്ഷയെ അട്ടിമറിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രകാരം ജനതയെ വിശ്വാസത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവശരണത്തിൽ നിന്ന്, യഥാർത്ഥ ആരാധനയിൽ നിന്ന് വിട്ടുമാറുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥികർത്താവായ ദൈവമേ, അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്താം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊടുക്കുവാൻ നിത്യരക്ഷാമാർഗമായി സമൂഹത്തിലെ സംരംഭമാക്കുവാൻ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ പകർന്നു കൊടുക്കാൻ, നിത്യജീവന്റെ അച്ചാരമായി ഈശോയെ പകർന്നു കൊടുക്കുവാൻ അങ്ങയുടെ ജനതയെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. എൻ്റെ മക്കള് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ആത്മരക്ഷ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മരക്ഷയെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നിത്യരക്ഷാമാർഗമായി ഈശോയെ സംരഭ്യമാക്കുന്ന അപ്പോസ്തല ശുശ്രൂഷയാണ് ചെയ്യണമെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ശക്തിക്ക് വേണ്ടി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പ്രവർത്തനത്തെ, സുവിശേഷ പ്രവർത്തനത്തെ ആശീർവദിക്കണമേ കർത്താവേ. കർത്താവിനെ കൊടുക്കുന്ന ശുശ്രൂഷ, ആത്മാവിനെ വീണ്ടെടുക്കുന്ന മാത്രം പ്രേക്ഷിത പ്രവർത്തനത്തെ കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധന പ്രകാരം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ, ക്രിസ്തു വഴി ദൈവം നേടിയെടുത്ത നിത്യരക്ഷാമാർഗം എല്ലാവർക്കും ലഭിക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ. കർത്താവായ ദൈവമേ, നീ ലോകത്തോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം ക്രിസ്തുവിനെ നൽകിയതാണ്. ഞാനും സമൂഹത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം, ആദ്യത്തെ കാരുണ്യം ക്രിസ്തുവിനെ നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സാക്ഷിയാകാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ, കാരുണ്യത്തിന്റെ സാക്ഷിയാകാൻ, കാരുണ്യ പ്രവൃത്തിയുടെ സാക്ഷിയാകാൻ കർത്താവേ ഞങ്ങൾ. മക്കളെ, സന്തോഷമായി നിൽക്കുക. ആരിയ്ക്കണ്ടേ? നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അതിൻ്റെ തെളിവായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കൈകൊണ്ട് തൊടുന്നതും. പരിശുദ്ധ സഭ ഈ ദൈവികമായ രഹസ്യം പഠിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി ലോകത്തിന് നൽകാൻ ആണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. ഇന്നലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വാർഷികമായിരുന്നു. ഞാൻ ഫുൾ ടൈം സൈലൻ്റ് ആയിരുന്നു പരമാവധി. ഇന്നലെ 11 മണിക്കാണ് 2015 അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 2014 തന്നത്, നവംബർ 24-ാം തീയതി. അതിനുശേഷം വന്നിട്ടുള്ള മാറ്റമാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുവെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയും. സമയഘടികാരവും നെഞ്ചി ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മ
എന്താണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടത് സഭയാണ്. സഭ അത് പറയാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് വ്യാഖ്യാനിക്കപ്പെടാൻ ആണ് നമ്മൾക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ളത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സഹായിക്കും. എവിടെ വേണമെങ്കിലും അത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചിട്ടേക്കണം. മൊബൈൽ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ നമ്മൾ ബാക്കിൽ പാർലറിരിക്കുമ്പോഴും മൊബൈലിൽ എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താ? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഇപ്പം തന്നെ ചില സാക്ഷ്യം പറഞ്ഞില്ലേ, അമ്മ എൻ്റെ മകളുടെ കൂടെ പോണേന്നൊക്കെ പറഞ്ഞില്ലേ. എന്താ കാര്യം? പ്രത്യക്ഷീകരണത്തിൻ്റെ ഇഫക്റ്റായിട്ട് എത്രയോ പേരാ അമ്മയുടെ രൂപം കണ്ടു, ബ്ലാക്ക് ഷോൾ കണ്ടു, ഇങ്ങനെ സിൽവർ ഗ്രേയുടെ ഷോ കണ്ടു. എൻ്റെ മകൻ്റെ മുതുകത്തിൽ അത് ഇഴഞ്ഞുപോയി. എൻ്റെ കൂടെ അടുക്കള വരെ അമ്മ വന്നതൊക്കെ പറയണത് എന്താ? അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. കാര്യം ഞാൻ കണ്ട് അനുഭവിച്ചതാണ്, എനിക്കറിയാം. മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. എന്നോട് ഞാനത് കണ്ടനുഭവിച്ച കാരണം എനിക്കറിയാം ഇതെല്ലാം 100-150% സത്യമായ കാര്യമാണ്. അമ്മയുടെ ഒരു സഞ്ചാരമുണ്ട്. ശരിക്കും ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാന്നിധ്യം. കാര്യം ഉടമ്പടി തുടങ്ങിയപ്പോഴും മോസസിനോട് പറഞ്ഞത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. മരിയൻ ഉടമ്പടിയിൽ അമ്മ സാന്നിധ്യം വരുന്നതിൻ്റെ പഴയ പാരമ്പര്യം അതാണ്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂടെ കാര്യം ഉടമ്പടി എടുക്കുന്ന ആൾ എന്തുകൊണ്ടാണ് വചനം വായിക്കണത് അരമണിക്കൂർ? എന്തുകൊണ്ടാണ് വചനം കേൾക്കണത് ഇവിടെ വന്ന്? അതാണ് ഇവൻ അല്ലെങ്കിൽ ഇവളെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് വാഗ്ദാന പേടകമായി മാറും. വചനം ഉദരത്തിലിരിക്കുമ്പോഴാണ് അമ്മ വാഗ്ദാന പേടകമായി മാറണത്, അല്ലേ? അതുപോലെ വചനം ഹൃദയത്തിലിരിക്കുമ്പോൾ നമ്മളും വാഗ്ദാന പേടകമായി മാറുകയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെക്കാനിസം എന്ന് പറയണത്. നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ ദൈവസാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഉടമ്പടി സഞ്ചാരം അതാണ്. അപ്പോൾ എൻ്റെ മക്കളെ കറക്റ്റായിട്ട് ഉടമ്പടി പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കൗൺസിലേഴ്സിനെ വെച്ച് നിങ്ങളെ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ആ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങളുടെ കൂട്ടുപിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കർക്കശ്യം കാണിക്കണത്. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു, അത് ചെല്ലുന്ന സമയങ്ങളെ സമർപ്പിക്കുന്നു, ഉടമ്പടി ചെയ്തിട്ടുള്ള വ്യക്തികളെ സമർപ്പിക്കുന്നു, എൻ്റെ പ്രതികരണങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന മക്കളിൽ അവിടെ നിയോഗങ്ങൾ അർപ്പിക്കുമ്പോൾ അഭിഷേകമായി തീരണമേ. ദൈവം കൂടെ വരുമെന്നുള്ള സംവിധാനം ഉടമ്പടി എങ്ങനെ കർത്താവെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് പിന്നെ ദൈവം തന്ന ഒരു ഉൾക്കാഴ്ചയാണ്, എവിടെയാണ് രോഗം അവിടെ കൈവച്ച് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കാൻ. ആ സുന്ദരമായ നിമിഷമാണ് ഇപ്പോഴുള്ളത്. നിങ്ങളിപ്പോഴും ഉദര രോഗികളാണ് വയറിൽ കൈവെക്കേണ്ടത്. ഉദര രോഗികളെ വയറിൽ കൈവെക്കുക. നിങ്ങൾ ഉദര രോഗം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാകണം. നിങ്ങൾക്ക് രോഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രോഗമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് നിങ്ങളുടെ കണ്ണ് നിറയണം. അയ്യോ ഇത്രയും കാര്യം ഒരാളെ വീട്ടിലുള്ളെങ്കിൽ ഈ രോഗം പിടിച്ച് എങ്ങനെ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല. പണ്ടത്തെ പോലെ 10-12 ആൾക്കാരൊന്നും വീട്ടിലില്ല. ആകപ്പാടെ ഒരാളോ 1-1.5 ആളേ ഉള്ളൂ. അവർക്കൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബം അങ്ങോട്ട് നിന്ന് പോകും. പിന്നെ ഒന്നും ചെയ്യാനില്ല. സമയത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കടയിൽ പോയി തിന്നും. പിന്നെ ചീത്ത പഠിത്തമൊക്കെ പഠിക്കും. പിന്നെ അമ്മയും അപ്പനും കുടുംബമൊന്നും വേണമെന്നില്ല, ഹോട്ടൽ മതി. അപ്പോൾ നിസ്സാര കാര്യം മതി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ. അതുകൊണ്ടാണ് ഞങ്ങളെ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം. ഉദര രോഗികളെല്ലാം ഉദരത്തെ കൈവച്ച് നിങ്ങൾ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോയുടെ ദിവസാന്നിധ്യത്തിലാണ് നിൽക്കുന്നത് ഓർക്കണം. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കുക. ഇപ്പോൾ കൈവെക്കേണ്ടത് ആരൊക്കെയാണെന്ന് അറിയാവോ? അരസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, പ്രഷർ രോഗികൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രം പോകാത്തവർ, അല്ലെങ്കിൽ മൂത്രം വിട്ടിട്ട് പോകുന്നവർ, വെള്ളപ്പൊക്കമുള്ളവർ, രക്തവാർച്ചയുള്ളവർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്രാവരോഗക്കാരെല്ലാവരും ഉദരത്തിൽ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ ഉദര രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന ഈശോ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, ഈശോയുടെ നാമത്തിലെ ഉദര രോഗങ്ങള് ഈശോയുടെ നാമത്തില് സൗഖ്യമാകട്ടെ. ഉദരരോഗം മൂലം മരുന്ന് കഴിച്ച് വിഷമിക്കുന്നവര്, ഉദരരോഗ കർത്താവേ, വയറ് വീർത്തു വരുന്ന അവസ്ഥകള് കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ തത്സമയ സൗഖ്യം നൽകണമേ. കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ ഈ നിമിഷം സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവില സുഖപ്പെടട്ടെ, ഇരുമുറിവില സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചിന് വേദനയുള്ളവർ നെഞ്ചിൽ കൈവെക്കണം. അച്ഛൻ രോഗങ്ങളൊക്കെ പറയാം. ശ്വാസകോശ രോഗങ്ങൾ, വരിവ്, ശ്വാസം മുട്ടൽ, ആസ്മ എല്ലാം നെഞ്ചിൽ കൈവെക്കുക. ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, ഹൃദയത്തിന് പൾസ് കുറവുള്ളവരെ, കരൾ രോഗികൾ, പ്ലീഹായുടെ രോഗമുള്ളവരെ, നെഞ്ചിൻ്റെ പൂട്ടിനാണ് കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവ് ദൈവമേ, നിന്റെ നാമത്തിലെ എൻ്റെ നെഞ്ചിൽ ഞാൻ കൈവച്ചിരിക്കുന്നു. എൻ്റെ പാവപ്പെട്ട കൈകളെ നിന്റെ കൈകളായി ഞാൻ വിശ്വാസത്തിലെ ദൈവസ്നേഹത്തോടെ പ്രഖ്യാപിക്കുന്നു. യേശുനാമത്തിലെ 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 സർവ്വരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശിരസ്സിൽ കൈവെക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. മുടിക്കൊഴിച്ചിലുൾപ്പെടെ. മുടി കൊഴിയാത്തവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ കൊഴിയുന്നവർക്ക് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും അത്. ഈ അവയവങ്ങളുടെ മുഴുവൻ വിഷയങ്ങളെ ഈശോ തൻ്റെ മനുഷ്യാവതാര രക്ഷാകര കാലഘട്ടങ്ങളിൽ അനുസ്മരിച്ചിട്ടുണ്ട്. നീ എൻ്റെ മുടി കൊഴിഞ്ഞാൽ ഞാൻ അറിയുമെന്ന്. അത്രയും സൂക്ഷ്മതയോടെയാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹമനസ്സ് നമ്മൾ തിരിച്ചറിയണം. തലച്ചോറിന് അസുഖമുള്ളവർ, തലച്ചോറ് സിസ്റ്റുള്ളവർ, തലച്ചോറിന് ഞരമ്പിൽ ബ്ലോക്കായവർ, ചെവിക്ക് കേൾവിക്കുള്ളവർ, ചെവി നീരിറങ്ങി വീഴുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, പല്ല് കേടായവർ, മോണപ്പഴുപ്പുള്ളവർ, വായു നാറ്റമുള്ളവർ, എല്ലാവരും, മൂക്കിന് രസങ്ങൾ ഗന്ധം അറിയാൻ പറ്റാതെ വരുന്നവർ, നാക്കിന് രസം അറിയാൻ പറ്റാത്തവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസിറ്റ് രോഗികൾ, അതുപോലെ തന്നെയുള്ള എല്ലാവിധ സ്പോണ്ടിലോസിസ് രോഗമുള്ളവർ എല്ലാവരും കഴുത്തിലും നെറ്റിയിലും കൈവെക്കട്ടെ, കഴുത്തിലും നെറ്റിയിലും കൈവെക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പിന്നെ നടുവേദനക്കാരുണ്ട്, നടുവിൻ്റെ കശേരിക്ക് അകന്നിരിക്കുന്നവരുണ്ട്, നടുവ് വളഞ്ഞവരുണ്ട്. അവരെല്ലാവരും നടുവിനാണ് കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എല്ലാ കിഡ്നി രോഗികളെയും നിന്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോ നാമത്തിലെ നടുവേദനയും കിഡ്നി രോഗങ്ങളും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അലർജി രോഗങ്ങൾ കൃപാസനത്തിൽ ഒത്തിരിയേറെ സൗഖ്യം വരുന്ന രോഗമാണ് അലർജി രോഗം. അത് ഭയങ്കര പഴകിയ അലർജി രോഗങ്ങളൊക്കെ ഈ നവംബർ മാസത്തിന് കുറേ സാക്ഷ്യങ്ങളുണ്ടായിട്ടുണ്ട്. 20 കൊല്ലമൊക്കെ പഴക്കമുള്ള അലർജി രോഗങ്ങൾ, പൊടി, ക്ലൈമറ്റ് അലർജികൾ, അതുപോലെ തന്നെ മെറ്റൽ അലർജികൾ, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ അലർജി രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിന്നെ വാതരോഗം, പിന്നെ പ്രഷർ രോഗം, പിന്നെ
എപ്പിലെപ്സി രോഗങ്ങൾ, ജനിതക വൈകല്യങ്ങൾ. അതിപ്പോൾ ജനിതക വൈകല്യമുണ്ട്, ചിലപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ നിങ്ങളുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കണം നിങ്ങളത്. പിന്നെ അപസ്മാര രോഗങ്ങൾ, പിന്നെ ഉറക്കമില്ലാതെ വന്നാൽ എല്ലാം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മറിഞ്ഞു പോകും. പിന്നെ ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങളില്ലേ, അതുപോലെയുള്ള തൊലിയുടെ വെള്ളപ്പാണ്ട്, ചിരങ്ങ്, അതുപോലെയുള്ള രോഗങ്ങൾ. അതിപ്പോൾ പബ്ലിക്കായിട്ടുള്ള ചരിത്രം ഉണ്ടാകും, ചിലപ്പോൾ രഹസ്യ സ്വകാര്യ ഭാഗങ്ങളിലുണ്ടാകും. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം എൻ്റെ മക്കളെ ചിത്രയും ചെയ്താൽ മതി. ഹോൾ ബോഡി കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സ്വസ്തികയായിട്ട് നിൽക്കണം. പറയുക, കർത്താവായ ദൈവമേ, ഞാനിങ്ങനെ കൈ പിണച്ച് എൻ്റെ ശരീരത്തെ മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവരുടെ ശരീരത്തെയും ഈശോ കേൾപ്പിക്കുന്ന യേശു നാമത്തിലെ വിശുദ്ധ രക്തത്താൽ രോഗസ്ഥലങ്ങളെ, രോഗകാരണങ്ങളെ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ഞാൻ കൽപ്പിക്കുന്ന സൗഖ്യം പ്രാപിക്കട്ടെ. രോഗങ്ങളെ സൗഖ്യമാക്കി ദൈവമേ. സർവാംഗ രോഗമുള്ളവര്, ദുരിതമനുഭവിക്കുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, വീട്ടിൽ കഴിയുന്നവര്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സൗഖ്യപ്പെടുത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, അച്ഛൻ എപ്പോഴും മനസ്സിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് സാമ്പത്തികമായ കടങ്ങൾ. മനുഷ്യൻ്റെ എല്ലാ ഊരും നഷ്ടപ്പെടുന്ന ഒരു ഏർപ്പാടാണ് അത്. പല പല കടങ്ങളുള്ളവർ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പിന്നെ വീടില്ലാത്തവർ, ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ അമ്മച്ചിമാർ പറയും, എനിക്ക് വീടില്ല അച്ഛാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഒറ്റക്കൊരാളിന് എവിടുന്നെങ്കിലും ഗവൺമെൻറ് സഭയോ വീട് തരുമോ എന്ന് ചോദിക്കും. ഒറ്റക്കൊരാളിന് മക്കളുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. പക്ഷേ അത് ശരിയല്ല. എന്താ കാര്യം? ഒറ്റക്കൊരാളെ, ഒരു മനുഷ്യനെ ആയാലും ജീവിക്കണ്ടേ? രാത്രിയാകുമ്പോൾ വല്ലയിടത്തും പോയി കിടക്കാൻ പറ്റുമോ? എത്ര കാലം മറ്റുള്ള വീട്ടിൽ പോയി കിടന്നുറങ്ങും? ഇല്ലേ? വീണ് പോയി കഴിഞ്ഞാൽ ആര് നോക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് ദുഃഖമായിട്ട് തോന്നണം, ഒരു ദുഃഖമായിട്ട് തോന്നണം. എന്നിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയണം, കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയ ഞാൻ പലരെയും രക്ഷപ്പെടുത്തും ഇതുപോലെ എന്ന് പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെ കർത്താവ് എന്നെ രക്ഷപ്പെടുത്തിയ ഞാൻ ഇതുപോലെയുള്ള ഒത്തിരി പേര് രക്ഷപ്പെടുത്തിക്കൊള്ളാം. അല്ലെങ്കിൽ നീ ചിലപ്പോൾ നാളെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മേടിക്കും, നീയും നിൻ്റെ ഭർത്താവും ഭാര്യയും. ഇപ്പോൾ തന്നെ 2-3 സാക്ഷ്യങ്ങൾ കേട്ട്, ഞങ്ങൾക്ക് കർത്താവ് കാറ് തന്നെന്ന് ഒന്നും പറയിപ്പിച്ചിട്ടില്ല. കാര്യം എന്നറിയാമോ? സൈക്കിൾ പോലും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് സാരം. ഞങ്ങൾക്ക് കർത്താവ് കാറ് തന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ പറയിപ്പിച്ചിട്ടില്ല. 2-3 സാക്ഷ്യം ആ ടൈപ്പുണ്ട്. അപ്പം എൻ്റെ ചിന്ത വന്നത് സൈക്കിളില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്നാണ് ചിന്ത വന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പക്ഷേ എല്ലാത്തിനും ഒരു പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ രക്ഷപ്പെട്ട ദൈവനാമത്തെ പരസ്നേഹത്തിൽ നിങ്ങൾ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തുമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ കുറച്ച് എളുപ്പമാകും. വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. പിന്നെ ഒരു സെൻറ്റ് സ്ഥലമില്ലാത്തവരുണ്ട്. ഉള്ള സ്ഥലത്തിന് പട്ടയമൊന്നും കിട്ടാത്തവരുണ്ട്. ഉള്ള സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യാൻ പറ്റാത്തവരുണ്ട്. കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിൽ എപ്പോഴും ഹെൽത്തിലും അവിടെ ഇവിടെയൊക്കെ അയൽവാസികൾ കുറ്റം പറഞ്ഞും കംപ്ലൈൻറ്റ് കൊടുത്തും ഉള്ള ജോലി അടപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലാതെ ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ വേദന അനുഭവിക്കുന്നവരെ, സാമ്പത്തിക മാർഗങ്ങളെല്ലാം ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു കയറാൻ പറ്റാതെ വരുന്നവരെ, കടക്കാരെ നിലനിർത്താത്ത ആൾക്കാരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക മേഖലകളിലെ മനസ്സ് തകർന്ന് ജീവിക്കുന്നവരുടെ മേൽ ഈ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തിയാൽ അമ്മമാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈശോയുടെ കാരുണ്യം ചൊരിയട്ടെ. മക്കളെ, വിവാഹം ഒത്തുവരാത്തവരെ, ഈ ഉടമ്പടി എടുത്തതിന് ശേഷം 49 വയസ്സുകാർ വരെ ഉടമ്പടി എടുത്ത് കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞിവിടെ. അതും ഈ മാസമാണ്. ഈ മാസം ഒരു വല്ലാത്ത മാസമാണ്. കാര്യം ഉടമ്പടിയോട് ബന്ധപ്പെട്ട ഒരു മാസമാണ് ഈ നവംബർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാലത്ത് വരാൻ പോകുന്ന മുഴുവൻ അടയാളങ്ങളെല്ലാം ഈ മാസം കാണിക്കുന്നുണ്ട് അമ്മ. അടുത്ത കാലത്ത് വരാൻ പോകുന്ന എല്ലാ മഹാത്ഭുതങ്ങളുടെയും മിനിയേച്ചർ കാണിക്കുന്നുണ്ട്. 49 വയസ്സുകാർ കല്യാണം കഴിച്ച മാസമാണിത്. 20 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും 14 വർഷമായിട്ട് മക്കളില്ലാത്തവർക്കും ഇരട്ടക്കുട്ടികളെ കിട്ടിയ മാസമാണിത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു സാമ്പിൾ അടയാളങ്ങളാണ്. കാര്യം ഉടമ്പടിയുടെ മാസമാണിത്. ഉടമ്പടി നവംബറിലാണ് ശരിക്കും ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്, 2015. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷ അച്ഛനുണ്ട്. നിങ്ങൾ ഉടമ്പടി വിശ്വസ്തത പാലിക്കണമെന്ന് ഓർപ്പിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹം താമസിക്കുന്നവർ, ജോലിയില്ലാത്തവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള കേസിലകപ്പെട്ടിരിക്കില്ല, പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട്, ജോലിയുടെ തന്നെ രേഖകൾ കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട്, അക്കാമ, വിസ, PR, എമിഗ്രേഷൻ, ഇങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങളുള്ളവരുണ്ട്, ഈവൻ പാസ്പോർട്ട് ഓൾസോ. അങ്ങനെ ജീവിത സന്താന മാർഗമായിട്ടുള്ള രേഖാമൂലമായ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ വീണ്ടെടുപ്പിനായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, വിസ കുരുക്കിൽ പോയിട്ടുള്ളവരെ, ഫ്രീ വിസായിൽ പോയിട്ടുള്ളവരെ, അങ്ങനെ ജീവിത വിഷയം വെക്കുന്നവരെ എല്ലാവരും ശക്തി അറിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന മ്ലേച്ഛബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി വിടുതലിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എലി, കൊതുക്, പാമ്പ്, അതുപോലെ ക്ഷുദ്രജീവികളും ശുദ്ധജന്തുക്കളും സാംക്രമിക രോഗങ്ങളും രോഗം വിട്ടു മാറാത്തവരെ, മരുന്നിൻ്റെ മണം മാറാത്ത കുടുംബങ്ങൾ, പല തകർച്ച കൊണ്ട് മനസ്സിടിഞ്ഞു പോയുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire finger, and the devil's power, dispelled and dead of power. In the name of Jesus. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. ഇന്ന് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് സാക്ഷ്യം കേട്ടതുപോലെ നേരത്തെ ഡേറ്റ് വെച്ചിട്ടുള്ളതാണെങ്കിലും നിനക്കത് ഇളക്കി പ്രതിഷ്ഠിക്കാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈം മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോൾ സമയക്കടികാരവുമായി അത്താറയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയത്തിൻ്റെ അമ്മയാണ്. അമ്മയുടെ സമയത്തിനുള്ള അധികാരത്തെ ഫുസ്സൊലോങ് രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അമ്മയെക്കുറിച്ച് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? സമയവും പ്രകൃതിയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കേണ്ടതാണ്. ഇക്കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ദൈവ പദ്ധതിയായിട്ട് അത് തിരിച്ചറിയണം. അതുകൊണ്ട് നിൻ്റെ സമയം, നിൻ്റെ ഡേറ്റ്, നീ വിഷമിക്കുന്ന വിഷയത്തിലുള്ള ഡേറ്റ്, വിടുതലിൻ്റെ ഡേറ്റ്, അനുഗ്രഹത്തിൻ്റെ ഡേറ്റ് നീ ഫിക്സ് ചെയ്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയം. ഡേറ്റ് ഓർക്കുക. വാട്ട് ഓർ വിത്ത് ഡേറ്റ്.
സ്ഥലമളവ്, കോടതി കേസ്, ഇൻ്റർവ്യൂ, നിൻ്റെ യാത്ര, നിൻ്റെ വീട് വെപ്പ്, കയറി താമസം, അതുപോലെ തന്നെ അടിസ്ഥാന ചിലപ്പാകൽ, നിൻ്റെ ബിസിനസ്, നിൻ്റെ എഗ്രിമെൻ്റ്, നിൻ്റെ യാത്ര, എവരി ഡേറ്റ് എല്ലാം ഓർക്കുക. പാകോടുപടി നടക്കാത്തവരത് ഓർക്കണം. എന്നിട്ട് അതിന് ഡേറ്റ് ഇടണം മക്കൾ. ഇപ്പോൾ ഒന്നും കാണാവുന്നില്ല, നമ്മുടെ മുമ്പിൽ ഒന്നും കാണേണ്ട കാര്യമില്ല. വിശ്വാസമുള്ളവന് അമ്മയെ മാത്രം കണ്ടാൽ മതി. അമ്മ ഈ ഡേറ്റ് അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു, അമ്മ ഇത് ഈശോയ്ക്ക് ഏൽപ്പിക്കണം എന്ന് മനസ്സിൽ പറയണം. പക്ഷേ അവിടെ ശ്രദ്ധിക്കട്ടെ. ലോർഡ് ജീസസ് കർത്താവേ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഡേറ്റുകൾ, മക്കൾ സമർപ്പിച്ചിട്ടുള്ള മുഴുവൻ ഡേറ്റുകൾ അങ്ങേ പരിശുദ്ധ ദൈവമാതാവേ, അമ്മ വഴി ഈശോടൊപ്പടി ചെയ്തിട്ടുള്ളവരെ സമയ സന്ദർഭങ്ങളിൽ അധികാരമുള്ള അമ്മേ, അമ്മയുടെ ഓരോ ഡേറ്റും അഭിഷേകമാകട്ടെ. പരീക്ഷക്കാരുടെ ധ്യാനകേന്ദ്രമാണിത്. ഒത്തിരി പേര് ഇവിടുന്ന് ആളെ ദൈവം രക്ഷപ്പെടുത്തി വിട്ടത് അമ്മ. അതുകൊണ്ട് IELTS, OET, ഹാദ്, MOH, അതുപോലെ തന്നെ B1 എക്സാമിനേഷൻസ്, ഇങ്ങനെയുള്ള യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കും. മനുഷ്യൻ ആദ്യം നിലനിൽക്കണം. നിൻ്റെ പരീക്ഷാ ഡേറ്റുകളെല്ലാം ഇപ്പോൾ ഓർക്കുക. ലോകത്തിൻ്റെ നിയമങ്ങൾ കർത്താവാണ് തിരുത്തേണ്ടതല്ലേ? നമ്മൾ ഇന്നലെ ആഘോഷിച്ച പെരുന്നാളിൻ്റെ പേരെന്താ? രാജ്യത്തെ തിരുനാൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:26. അപ്പോൾ ലോകത്തിൻ്റെ നേതാക്കന്മാരും രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും അവരുണ്ടാക്കുന്ന നിയമങ്ങളും ആർക്ക് കീഴിലാണ്? ഈശോയ്ക്ക്. അതുകൊണ്ട് നമ്മൾക്ക് അനുകൂലമായ നിയമങ്ങൾ, ഇപ്പം പ്രതികൂലമായ നിയമങ്ങളൊക്കെ തിരുത്തി എഴുതപ്പെടണം. ഇപ്പോൾ ഒരു നിയമം തിരുത്തിയില്ലേ? 21-ാം തീയതി നവംബർ 21 UK OETക്ക് ഇനി മുതൽ റൈറ്റിങ്ങിന് C കൂടി അവർ പരിഗണിക്കുന്നുണ്ട് ഇല്ലേ? റൈറ്റിങ്ങിന് പണ്ട് B മാത്രമേ പരിഗണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 21-ാം തീയതി മുതൽ C കൂടി പരിഗണിക്കാൻ തുടങ്ങി. അപ്പോൾ രാജ്യത്തെ നിയമങ്ങൾ അപ്പോൾ ഒരു 10,000 ആൾക്കാർക്ക് കയറി പോകാൻ പറ്റും. അതുപോലെ ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഭൂമിയിലെ രാജാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, എല്ലാ ജനതകളിലെയും ജീവിക്കാനുള്ള മാർഗം സൗകര്യമായും ലളിതമായും ലഭിക്കാൻ കട്ടിയായ നിയമങ്ങളെ അങ്ങയുടെ പാവപ്പെട്ടവർക്കായി കർത്താവേ നിന്റെ നാമത്തില് തിരുത്തപ്പെടണമേ. നിയമസംഹിതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പാവപ്പെട്ടവർ ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെ സ്പർശിക്കണമേ. നിയമത്തിൽ കർത്താവിനെ കൃപ ചൊരിയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേർച്ച വസ്തുക്കൾ എടുക്കുക. വെഞ്ചരിക്കാൻ പോകുന്നു. ഉടമ്പടിയുടെ കാശുരൂപങ്ങൾ ചില ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബറിലെ അച്ഛനിവിടെ ഉള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഉടമ്പടി അപ്ഡേറ്റ് ആണെങ്കിൽ, ഉടമ്പടി അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിൽ കൂടി ഡിസംബർ വരെ കണ്ടിന്യൂ ചെയ്യുന്ന ഉടമ്പടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണിച്ച് കൂപ്പൺ കൗണ്ടറിൽ നിന്ന് കിട്ടും. അപ്പോൾ നഷ്ടപ്പെട്ട കാശുരൂപം അച്ഛൻ തന്നെ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളുടെ കാശുരൂപം മകൾക്കും മരുമകൾക്കും കൊടുത്തിട്ട് വരരുത്. കാശുരൂപം പോയെന്നും പറഞ്ഞ് കള്ളത്തരം കാണിക്കരുത്. ദൈവനാമത്തിലൊക്കെ എഴുതി മേടിക്കും അവിടെ എല്ലാ കാര്യവും. കാര്യം അത് ഉടമ്പടി കാശുരൂപം സീരിയസാണ്.
സീരിയസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ? അത് കൈമോശം വരാൻ പാടില്ല. ആരാണ് ഉടമ്പടി എടുത്തത് അവർ കൈമാറ്റം ചെയ്യാൻ പാടില്ലത്. നിങ്ങൾക്ക് മകനെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ വേറെ കാശ് മേടിച്ചിട്ട് ബ്ലസ് ചെയ്ത് വാങ്ങിക്കണം. ഉടമ്പടി എടുത്ത് ആളുടെ കയ്യിൽ അത് ഉണ്ടാവണം. എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കൊളുത്തൊടിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അത് തിരിച്ചു തന്നാൽ അത് വേറെ കാശും തരും. കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം അറിയത്തില്ല. നമ്മൾ ദൈവത്തോട് ചെയ്ത പഴയ നിയമത്തിലെ ജ്ഞാപകത്തിൻ്റെ സ്ഥാനത്താണ് ഞങ്ങൾ നിങ്ങൾക്ക് മരിയൻ ഉടമ്പടിയുടെ കാശുരൂപം തരണം. ആ കാശുരൂപം നമുക്ക് പുറത്ത് കൊടുക്കത്തില്ലല്ലോ നമ്മൾ, ഇല്ലേ? അപ്പോൾ അത് ബ്ലെസ് ചെയ്ത് തരണതാണ്. ഇവിടെ എല്ലാ കാര്യവും കുർബാന അർപ്പിച്ച് മാതാവെന്ന സ്ഥലത്ത് വെച്ചാണ് ബ്ലെസ് ചെയ്ത് തരണത്. അങ്ങനെ ബ്ലെസ് ചെയ്യണതെല്ലാം നമുക്ക് കൃപാസനത്തിൻ്റെ ഉള്ളിലേ നമുക്ക് കിട്ടത്തുള്ളൂ, പുറത്ത് കൊടുക്കത്തില്ല, അത് കിട്ടത്തില്ല. അപ്പോൾ പുറത്ത് ആൾക്കാർ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതമാർഗമായിട്ട് അവർ ചെയ്യണ കാര്യമാണ്. അതിൻ്റെ അകത്തൊന്നും നമുക്ക് പരിഭവമൊന്നുമില്ല. ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ജീവിക്കണ്ടേ. പക്ഷേ കൃപാസനത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങളത് വാങ്ങിക്കരുത്. കാര്യം അത് കൃപാസനത്തിൽ പറയണത് കുർബാന ശൈലി ആശീർവദിക്കണ, അതുകൊണ്ട് പല വിഷയത്തിനാണ് ആശീർവദിക്കണത്, ഒന്നും രണ്ടുമല്ല, ഓരോ വിഷയത്തിനും ആശീർവദിച്ചാണ് തരണത്. അത് നമ്മളുടെ അനുസരിച്ച സാധനം നിറച്ച വസ്തുക്കൾ നമ്മളുടെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ കൗണ്ടേഴ്സിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഉടമ്പടി 90 ദിവസമാണ്. വാഗ്ദാന പേടകം ഹൊബേദ് ഹെരോദിൻ്റെ വീട്ടിലിരുന്നത് 90 ദിവസമാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ ഇരുന്നതും 90 ദിവസമാണ്. അതുകൊണ്ട് 90 ദിവസമാണ് ഉടമ്പടിയുടെ 1-ാം ഘട്ടം. അതിനുശേഷം സാക്ഷ്യം പറയാൻ ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ചേർത്ത് ഉടമ്പടി ആവശ്യമുണ്ടെങ്കിൽ പുതുക്കാവുന്നതാണ്. 1-ാം ഘട്ടവും 2-ാം ഘട്ടവും പുതുക്കുന്നതിന് പ്രത്യേകിച്ച് ഈസിയാണത്. അത് കൗണ്ടറിൽ കാണിച്ചാൽ അതിൻ്റെ 7-ാം നമ്പർ കൗണ്ടറിൽ 1-ാം ഘട്ടവും 2-ാം ഘട്ടവും പുതുക്കി തരും. 3-ാം ഘട്ടം പുതുക്കുമ്പോൾ തൊട്ടാണ് അച്ഛൻ മെസ്സേജ് പറയണത്. മെസ്സേജ് എന്ന് വെച്ചാൽ മെസ്സേജ് മിക്കവാറും 4-ാം ഘട്ടത്തിലേ പറയത്തുള്ളൂ. എന്താ കാര്യം? ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു സാക്ഷി നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? അവർക്ക് പലയിടത്ത് പോയി അവർ ഉറച്ചിട്ട് ഒരു ഗതിയും ഇല്ലാത്ത സമയത്ത് അവർ പറഞ്ഞു എന്ത് ചെയ്യണം അച്ഛാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് പ്രാർത്ഥിക്കട്ടെ പറയാമെന്ന് പറയും. നിങ്ങൾ UK പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിനാണ് മെസ്സേജ് കൗൺസിലിംഗ് എന്ന് പറയണത്. അത് വേണമെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി പക്കയായിരിക്കണം. ആദ്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും നോക്കണത് ഉടമ്പടി പേപ്പറായിട്ട് നോക്കത്തുള്ളൂ. നിങ്ങൾ ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കത്തുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല. വേറെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. കാര്യം നിങ്ങൾ ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്, വിശ്വാസത്തിൻ്റെ അല്ല. അപ്പോൾ ദൈവത്തോട് നിങ്ങൾ വിശ്വസ്തത അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ വിശ്വസ്തത കാണിക്കേണ്ട കാര്യമില്ല. അത് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. 5 പ്രാവശ്യം വന്ന് 2 പ്രാവശ്യം വന്നില്ല, 3-ാമത്തെ പ്രാവശ്യം വന്നില്ല. ഒരു ചേച്ചി ചോദിച്ചപ്പോൾ എന്താ പ്രാർത്ഥനയ്ക്ക് വരാം, ഒരു പ്രാവശ്യം മാത്രം ഒരു മാസം വന്നാൽ മതിയല്ലോ, 3 മാസം വരാഞ്ഞ് എന്താ ചോദിച്ചപ്പോൾ എന്താ മഴയരുതെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മറുപടി കേട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ വെയിൽ വന്നപ്പോൾ അവർ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒരു പ്രാർത്ഥനയല്ലേ കൂടാൻ പറഞ്ഞിട്ടുള്ളൂ നാട്ടുകാർക്ക്, അല്ലേ? ഒരു പ്രാർത്ഥന. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 പ്രാർത്ഥന കൂടണമെന്ന് പറഞ്ഞാണെന്ന് നിങ്ങൾ കൂടും, ഒരു പ്രശ്നമില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ അതായത് ഞങ്ങളൊരു നിയമം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക വിഷയം, സൗകര്യങ്ങൾ, വീട്ടിലെ അവസ്ഥകളെല്ലാം നോക്കിയിട്ട് ഏറ്റവും താഴ്ന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യണത്. അതാണ് അതാണ് ഒരു പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഒരു മാസം 3 കൂടണമെന്ന് വെച്ചാൽ നിങ്ങൾ കൂടും. കാര്യം കൃപാസനത്തിൻ്റെ അമ്മയുടെ അത്ഭുതങ്ങൾ അടയാളങ്ങളും നമ്മളൊരു 1500 യൂട്യൂബിലുണ്ട്. ചുമ്മാ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താ സംഭവമെന്ന്. പക്ഷേ ഞങ്ങളത് ചെയ്യാത്തതിൻ്റെ കാരണം ഏറ്റവും താഴെ ഉള്ളവനെ വരെ സംരക്ഷിക്കാൻ, അവന് കാരുണ്യം കാണിക്കാനാണ്. അപ്പോൾ ഉഴപ്പുന്നത് ആശാസ്യമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉഴപ്പുന്നവർക്കും ചെയ്യാൻ പറ്റാത്തവർക്കും നിങ്ങൾ ചെയ്യരുത്. കാര്യം ഒരു ക്രിസ്ത്യാനി സ്വാഭാവികമായി ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുള്ളൂ. ദാനധർമ്മം നമ്മൾ ചെയ്യേണ്ടതല്ലേ, കാരുണ്യപ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടതല്ലേ, അല്ലേ? ഇതെല്ലാം ഉടമ്പടി എടുത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. വചനം നമ്മൾ വായിക്കേണ്ടതാണ്, അല്ലേ? ധ്യാനം നമ്മൾ കൂടേണ്ടതാണ്. അല്ല എക്സ്ട്രാ ആയിട്ട് ഞാൻ നിങ്ങളോട് തെങ്ങേ കയറാനാ കൈവിടാൻ വല്ലതും പറഞ്ഞാൽ ഇല്ല. എന്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു? ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട ലളിതമായ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. ഒന്നും വേറെ എക്സ്ട്രാ ആയിട്ട് ബേഡനുള്ള ഒന്നുമില്ല. കാര്യം ബൈബിള് സഭയുടെ ആദ്യകാല സൂനകദോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ്, ആരെയും
എക്സ്ട്രാ ഭാരപ്പെടുത്തരുതെന്ന് കർത്താവ് സംസാരിച്ചതാണ്. നിങ്ങൾ ഭാരമുള്ള ചുമടുകൾ ജനങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു, നിങ്ങൾ ചെറുവിരൽ കൊണ്ടുപോലും അനക്കണില്ല. അപ്പോൾ ഭാരം കർത്താവിനും ഭാരമായിട്ട് തോന്നിയായിരുന്നു, സഭയ്ക്കും ഭാരം. അതുകൊണ്ട് എക്സ്ട്രാ ഭാരമൊന്നുമില്ല നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ മാസം മാസം വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ 3 മാസം കൂടുമ്പോൾ 90 ദിവസം തികയുമ്പോൾ ഇപ്പോഴെടുത്താൽ പിന്നെ 90 ദിവസം കഴിയുമ്പോൾ വന്നാൽ മതി അവർ. അതുകൊണ്ടാണ് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അവിടെ ഫോറം മാറ്റിയിരിക്കുന്നത്. ഇന്ന് NRIയിൽ പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് 5 ദിവസത്തെ ലീവ്, ചിലപ്പോൾ അമ്മ മരിച്ചപ്പോൾ വന്നതായിരിക്കും. പാവത്തങ്ങൾ അവിടെ പെട്ടിരിക്കുകയായിരിക്കും, വീടുമില്ല. ഇപ്പം നിങ്ങളീ പറയുന്ന പോലെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾ നോക്കിക്കേ, ഇന്ന് വരെ നിങ്ങളോട് പൈസയുടെ ഒരു വിഷയം നമ്മൾ തമ്മിൽ സംസാരിക്കത്തില്ല. കാര്യം ഒരുത്തൻ അമേരിക്കയിലാണ്, ഹോളിലാകുമ്പോൾ നിങ്ങൾ ഓർക്കും അവർ വലിയ പൈസ പാറ്റ്, ഒരു കാര്യമില്ല. പാവത്തിൻ്റെ കാര്യമൊന്ന് കേട്ട് നോക്കണ വിഷയം അറിയണമെങ്കിൽ ചിലപ്പോൾ കോടികൾ കടമായിട്ട് വീട് പോലും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കിയിരിക്കും അവിടെ. അപ്പം നിങ്ങളും ഞങ്ങളുമായിട്ട് സാമ്പത്തികമായ ഒരു വിഷയവുമില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഒരു മനുഷ്യനുമായി ഞാൻ പ്രൈവറ്റായിട്ട് കാണാത്തതിൻ്റെ കാരണമായി ഇന്നുവരെ കണ്ടിട്ടില്ല. എത്ര 30 കൊല്ലമായി കൗൺസിലിംഗ് തുടങ്ങിയിട്ട്. അപ്പം നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെട്ട് വരുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. നിങ്ങൾ ക്രിസ്തുവായിട്ട് എങ്ങനെയാണ്, വേറെ നമ്മിൽ വേറെ ഒരു ഇഷ്യൂസുമില്ല. അതുകൊണ്ടാണ് ഈ ഫോറിൽ പോയി പെടുന്നവർ ഒരു കൊല്ലത്തെ നേർച്ച വസ്തു ഇവിടെ നിങ്ങൾക്ക് തരുന്ന നേർച്ച വസ്തുവാണ് അവർക്കും കൊടുക്കുന്നത്. ഫോറിൻ പോണവർക്ക് പ്രത്യേകിച്ച് ഉടമ്പടിക്ക് എക്സ്ട്രാ പൈസ ഒന്നും ഇല്ല. പണ്ട് ഉടമ്പടി തുടങ്ങിയ കാലത്ത് അവർക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത കാരണം പത്രത്തിൻ്റെ അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ള പൈസ വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ അതും വാങ്ങിക്കണില്ല. ഒരു നാട്ടിലുള്ള ആലപ്പുഴക്കാരൻ എന്ത് ഉടമ്പടി ചെയ്യുമ്പോൾ അവർക്ക് ചിലവാകണം ആ നേരത്തെ വസ്തുക്കളുടെ തുച്ഛം കാശ് മാത്രമേ അമേരിക്കയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ അറിയണം, ഇതിൻ്റെ സത്യാവസ്ഥകൾ. പക്ഷേ അവർക്ക് 1 കൊല്ലം കഴിഞ്ഞാണ് അവർ വരണത്. വരുമ്പോൾ അവർക്ക് പുതുക്കി തരണമെന്നുണ്ടെങ്കിൽ അവർ യൂട്യൂബിൽ ആ ധ്യാനം കൂടാൻ ബാധ്യസ്ഥരായിരിക്കും. അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് അത് കൗൺസിലിരിക്കുന്ന ആൾക്കാർക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് പുതുക്കത്തുള്ളൂ. പുതുക്കളാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഉടമ്പടി വിശ്വസ്തത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എടുത്തവരൊക്കെ എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത്. പിന്നെ എപ്പോഴും യൂട്യൂബിലെ ശുശ്രൂഷ എപ്പോഴും ലൈവായിട്ട് കൂടി നിൽക്കണം. കാര്യം എപ്പോഴും കർത്താവ് പുതിയ കാര്യങ്ങൾ നമുക്ക് പറയുമ്പോൾ നമ്മളത് കിട്ടണ സമയം വണ്ടിയിരുന്ന് കേട്ടാൽ മതി. നിങ്ങൾ ജോലിക്ക് പോണ ഇടക്ക് ഒന്ന് ഇയർഫോൺ വെച്ചാൽ കേൾക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുവേണ്ടി പ്രത്യേക സ്ഥലമില്ല. അത് അടുക്കള ജോലി ചെയ്യുമ്പോഴും ഈ സംഭവം കേട്ടോണ്ടിരിക്കാം. നിസ്സാരമാണ്. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടായാൽ മാത്രം മതി. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. വേറൊരു കുഴപ്പമില്ല. ആകപ്പാടെ ഉള്ളത് ദൈവസ്നേഹം മാത്രം, വേറെ ഒന്നുമില്ല എൻ്റെ അത്. അപ്പോൾ സുന്ദരമായിട്ട് കാര്യങ്ങൾ സന്തോഷമായിട്ട് ചെയ്യുക. നേർച്ച വസ്തു പിന്നെ 3 പുതുക്കുമ്പോൾ സാക്ഷ്യം എഴുതി കൊടുക്കാതെ 3 പുതുക്കത്തില്ല. സാക്ഷ്യം 4 പുതുക്കണമെങ്കിൽ സാക്ഷ്യം ഫ്രണ്ടിൽ എഴുതി കൊടുത്തിട്ട് ഇവിടെ പറയാൻ സമയം കിട്ടാത്ത സാക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ 60 സാക്ഷ്യങ്ങളുണ്ട്. പറഞ്ഞത് 27 സാക്ഷ്യങ്ങൾ പറയാനേ സമയമുള്ളൂ. ബാക്കി 10-33 സാക്ഷ്യങ്ങൾ മാറ്റി വെച്ചിരിക്കുക. അവർക്കത് ദിവസങ്ങൾ വന്ന് പറയാം. ദിവസങ്ങളിൽ ബുധനാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ഇത് തന്നെ ഇവിടുത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ ബ്രദർ സമയം തരും. അങ്ങനെ സമയം തന്നാൽ തീർച്ചയായിട്ടും 4 പുതുക്കി തരും. 5ാമത്തെ പുതുക്കലിലാണ് ആൾത്താരെ സാക്ഷ്യം പറഞ്ഞാൽ മാത്രമേ 5ാമത്തെ പുതുക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ 5ാമത്തെ പുതുക്കിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എമർജൻസി മെസ്സേജ് വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതൽ കിട്ടും. കാര്യം നിങ്ങൾ ദൈവകാര്യത്തിന് വേണ്ടി ചിലവഴിച്ച് സമയത്തിന് ആനുപാതികമായിട്ടാണ് കൗൺസിലിംഗ് സമയം കിട്ടുന്നത്. അല്ല 1 പുതുക്കി വെച്ചും 5 പുതുക്കിയ ആൾക്കാരെ പോലെ വന്നിട്ട് അരമണിക്കൂർ സംസാരിക്കാനൊന്നും കിട്ടത്തില്ല. കാര്യം ഈ ഉടമ്പടി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയല്ല. ആരുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്? അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എനിക്കുള്ള സമയത്ത് ഞാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ആഗ്രഹം രോഗികളെയാണ്. അതുകൊണ്ടാണ് ഒരു ഉടമ്പടി എടുക്കാതെ രോഗികളെ സഹായിക്കണത്. എല്ലാ ക്യാൻസർ, കിഡ്നി, കരൾ അങ്ങനെയുള്ള രോഗികളൊക്കെ ഒരു ഉടമ്പടി എടുക്കാതെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഇവിടെ കാണും. അത് കണ്ടതിന് ശേഷം പിന്നെ 4 ഉടമ്പടി 4 പുതുക്കിയവരെ കാണും, പിന്നെ 3 പുതുക്കിയവരെ കാണും. പിന്നെ ചില ആൾക്കാർ വല്ലാത്ത ഒരു തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും വലിയ സങ്കടം വരാൻ. അപ്പം അങ്ങനെയുള്ള ആൾക്ക് തൂങ്ങിക്കിട്ട് അവിടെ നിൽക്കും.
അപ്പോൾ അച്ഛൻ അതൊന്നും കൈവിടത്തില്ല. ആ സീരിയസ് ആണെന്ന് കണ്ടാൽ ഞാൻ സംസാരിക്കും. പക്ഷെ നിങ്ങളുടെ കയ്യിലെ പേപ്പർ കറക്റ്റായിരിക്കണം. ഇപ്പം ഈ ഒരു വിഷയം ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്നതാണെന്ന് നോക്കരുത്. ദൈവത്തിൻ്റെ സന്നിധി സത്യസന്ധരാണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും അതെങ്ങനെയല്ല മക്കളെ. നിങ്ങൾ ഈ കൗൺസിലിംഗ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾ പ്രെയർ ചെയ്ത് നിൽക്കണം. ഈശോ അച്ഛനെ കണ്ടില്ലല്ലോ, ഈശോ അച്ഛനെ കണ്ടെങ്കിൽ പ്രാന്തന്മാരെ പോലെ ഇങ്ങനെ തെരയും ചെറുകിരിക്കുന്ന പണി കിട്ടും. കാര്യം നിങ്ങളെ വരുമ്പോൾ തന്നെ എനിക്ക് കോട്ട വരും. അതാണ് പ്രശ്നം. നിങ്ങൾ പ്രെയർ ചെയ്താണ് നിൽക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ചുമ്മാ മകളെ പൊയ്ക്കോ, അച്ഛാ 1 കോടി കടമുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്, ഞാൻ നീ അങ്ങോട്ട് പോകണ്ട, വീട്ടിൽ പോയിക്കോ, ബാക്കി അമ്മ ചെയ്യുമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നീ ഓക്കെ ആയിരിക്കണം, കറക്റ്റായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക. നിങ്ങൾ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your Spirit. The fire of Him has soaked with the precious blood. Lord Jesus Christ, pour out your Spirit. The fire of Him has soaked with the precious blood. And with the authority of the Catholic Church, the power of Jesus Christ, with the miracles of the Holy Priesthood, I bless and hallow these relics, those who have grace and peace and power. സമാപന ആശീർവാദം. അപ്പോഴും നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കണം. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം ഇതാ നിങ്ങളെ ആശീർവദിക്കും. ഈ ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെല്ലാം അവിടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, കർത്താവേ, മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. തീരാവ്യാധികളിൽ നിന്ന് കടക്കെണിയിൽ കഴിയുന്നവരെ, ജീവിത ഭീഷണിയിൽ കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. ഭവനരഹിതരെ, സന്താനരഹിതരെ, കുടുംബത്തിൽ സങ്കടപ്പെട്ട് കഴിയുന്നവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ പേരുന്നവരെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ. സോറിയാസിസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ ഈശോ ആശീർവദിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്